ഒരു വിളിപ്പാടകലേ. എന്റെ കർത്താവേ, താൻ ഇവരെ കെട്ടി തീർന്നില്ലേ? കല്യാണം നിശ്ചയം ഇന്ന, അടുത്ത ആണ്ടിലല്ല. അതിന് സാധനങ്ങളെ കുറച്ച് നേരത്തെ എത്തിക്കണം. കുറ്റപ്പ് എന്റെ ആയില്ല. കുടിച്ചോ കുടിച്ചോ, എന്ത് വേണേലും കുടിക്കോ. താൻ എന്താടോ ഏതാണ്ടോ കളഞ്ഞ അണ്ണാനടക്കി ഇരിക്കുന്നേ? ചേട്ടാ, ഈ അഡ്വക്കേറ്റോടെ പോയി കിടക്കുന്നത്. ഛേ, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. ഇതുവരെ ഒരുങ്ങി തീർന്നില്ലേ? ഇത് പെണ്ണുങ്ങളെ കാട്ടി കഷ്ടമാണല്ലോ. ഓ, രോഗം കഴിഞ്ഞു പോയി. ഈ മീശയിൽ വെള്ള രോഗം വീഴുന്നേ. തല മൊത്തം കറുപ്പിച്ചല്ലേ, പിന്നെ ഇതും കൂടെ അങ്ങ് കറുപ്പിച്ചൂടെ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാ, ഇവിടെ കല്യാണം നിശ്ചയം അച്ഛനോ മോക്കോ? എടി, എനിക്കൊരു ഗെറ്റപ്പൊക്കെ വേണ്ടേടി. ഈ ഉള്ള ഗെറ്റപ്പൊക്കെ മതി. ദേ, മോളവിടെ കിടന്ന് കയറ് പൊട്ടിക്ക, പപ്പയെ കാണണോന്നും പറഞ്ഞ്. എന്തിന്? അവൾ ഒരുങ്ങിയതൊക്കെ നന്നായിട്ടുണ്ടോന്ന് പപ്പ പറഞ്ഞാലേ അവക്ക് വിശ്വാസമാവുള്ളൂന്ന്. അപ്പൊ അതാണ് കാര്യം. നീ അവളെ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കാണും. അല്ലെങ്കിലും പപ്പയും മോളും എപ്പോഴും ഒറ്റക്കെട്ടാണല്ലോ. എന്റെ മാളു നന്നായിട്ടുണ്ട്. എന്തോ എനിക്ക് ഈ സാരി മാച്ച് ആവുന്നില്ല എന്നൊരു സംശയം. നന്നായിട്ടുണ്ട് ചേച്ചി. നന്നായിട്ടുണ്ട് മോളെ. ആരാ പറഞ്ഞേ മോശായിന്ന്? മോൾക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. സെലക്ഷൻ അമ്മയുടെ അല്ലേ, മോശം വരുവോ? അതാണ് എനിക്ക് സംശയം. അമ്മ സെലക്ട് ചെയ്തത് ഈ പപ്പയല്ലേ? ഓ, സമാധാനായി. ഇപ്പോഴെങ്കിലും എന്റെ മോൾ എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്തല്ലോ. അങ്ങനെ അങ്ങ് ഞെളിയൊന്നും വേണ്ട. തെറ്റ് പറ്റിയത് എന്റെ പപ്പയ്ക്കാ, അല്ലേ പപ്പ? പിന്നല്ലേ. സത്യമായിട്ട് നന്നായിട്ടുണ്ടോ പപ്പ? പിന്നെ ഒരു ഫിലിം സ്റ്റാറിനെ പോലുണ്ട്. അപ്പൊ നന്നായിട്ടില്ല എന്നർത്ഥം. അവരുടെയൊക്കെ ഗ്ലാമർ മേക്കപ്പിലല്ലേ? ഇവളെ കെട്ടാൻ പോകുന്ന മനോജിന്റെ കാര്യം കാട്ടാ. എല്ലാവരും ഇവിടെ വന്ന് നിന്നാലേ ഗസ്റ്റുകൾ വന്നു തുടങ്ങി. വാ ദേവു. മോള് പെട്ടെന്ന് ഒരുങ്ങ. പപ്പ, ഞാൻ പോയാ പപ്പയുടെ ഈ സ്നേഹം കുറയോന്നാ എനിക്ക് പേടി. എന്താ മോളെ ഇങ്ങനെ? ഈ പപ്പയെന്നും മോളുടെ കൂടെ തന്നെയല്ലേ? ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നത്. കല്യാണം കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കും. ഞാനത് മനോജിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മോളല്ലാതെ വേറെ ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ മോള് സെലക്ട് ചെയ്ത ആളുടെ കയ്യിൽ തന്നെ ഈ പപ്പ ഏൽപ്പിക്കുന്നത്. ഡോണ്ട് ബി സില്ലി. ഞാൻ ഇപ്പൊ അവിടെ എത്തും. വിത്തിൻ 5 minutes. ഓക്കേ മോളെ, നിന്റെ അമ്മച്ചി എവിടെ ഇരിക്കുക? അവിടെ എവിടെയെങ്കിലും കാണും. എന്താ അനുസരണയുള്ള കുഞ്ഞ്. മക്കളായ ഇങ്ങനെ തന്നെ വേണം. ഏത് നേരത്താണോ കർത്താവേ ഈ പെൺകുരിശിനെ സൃഷ്ടിക്കാൻ എനിക്ക് തോന്നിയത്. ഈ കുരിശല്ല, മോള് പോ. അഡ്വക്കേറ്റേ. എല്ലാവരും എത്തിയിടോ. താനോടെ വാ. ഓ, അഡ്വക്കേറ്റ് സാർ ആട്ടുകട്ടിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുമല്ലോ.
നന്ദി വേണ്ടോ നന്ദി. തന്റെ മോടെ കല്യാണ നിശ്ചയത്തിന് നായി പോലെ ഓടുന്ന എന്നെ നോക്കി വന്നുകൂടുന്നവർ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഡോ പലിശക്കാരനാച്ചായോ, തന്റെ മോടെ കല്യാണ നിശ്ചയം ആണോ എന്ന്. താൻ എന്തിനാടോ നായ പോലെ ഓടാൻ പോയത്? അതുകൊണ്ടല്ലേ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ദേ എന്നെ കൊണ്ടൊന്ന് പറയല്ലേ. പലിശ വാങ്ങാൻ വരുന്നവരോട് അലയ്ക്കുന്ന പോലെ അലയ്ക്കാതെ ആ നാവെടുത്ത് അകത്തോട്ടിടാ ചായ. എന്റെ സാറാമ്മയോടെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഒന്നും മിണ്ടത്തില്ല. പൊടിയാത്ത് ഇവിടെ ഒരു പോളെ കണ്ണടച്ചിട്ട് 4 ദിവസമായി. നന്ദി വേണ്ടോ നന്ദി. ഓ, ഇയാളുടെ ഒരു നന്ദി കണക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആദ്യമേ പറഞ്ഞത് സദ്യവട്ടങ്ങളൊക്കെ കാറ്ററിംഗുകാരെ ഏൽപ്പിക്കാന്ന്. അപ്പൊ നീയാ സമ്മതിക്കാഞ്ഞത്. എങ്കിൽ പിന്നെ സാറങ്ങ് ഏൽപ്പിക്കാൻ എന്ത്? അപ്പോഴല്ലേ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റോളാന്ന് പറഞ്ഞത്. പിന്നെ കമ്മീഷനൊക്കെ കുറച്ചേ എടുക്കാവേ, കല്യാണം വേറെ ഉള്ളതാ. എന്റെ കർത്താവേ, നീ ഇത് കേൾക്കുന്നില്ലേ? എന്റെ ദേവു, വളരെ സൂക്ഷിച്ചു വേണം ഇയാളോട് പൊറുക്കാൻ. എപ്പോ വേണമെങ്കിലും കാല് മാറും. പിന്നെ നീ ഇവിടെ ഇരുന്ന് നിന്റെ ഭാവി വരനെ കുറിച്ചൊന്ന് സ്വപ്നം കാണ. എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്. ഞാൻ പോയിട്ട് ഉടനെ വരാം. എങ്ങോട്ട്? ഒക്കെയുണ്ട്, എല്ലാം സസ്പെൻസ്. ഒരു ഫ്ലൈയിങ് വിസിറ്റ്. എടേ, ഇപ്പൊ നീ പോയാലോ എങ്ങനാ? മുഹൂർത്ത സമയത്തിന് ഞാനിങ് എത്തും. ഇനി നിന്നോട് സംസാരിച്ചാലേ എന്റെ മുഹൂർത്തം തെറ്റും. ബൈ. ആ അല്ല, പ്രമോദ് എവിടെ? ഇങ്ങ എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. അങ്കിൾ അറിയില്ലേ ഡാഡിയുടെ സ്വഭാവം? ഒരു പേഷ്യന്റിനെ കിട്ടിയാ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറക്കും. ഇനി ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കണം. മാളു എവിടെ? ചെല്ലു, മോളുണ്ട്. ഉം. ആ ആ വരൂ. വരൂ. വന്നോ? ഇവിടെ ഒന്നും ആയാലും ലക്ഷണമില്ല. ചങ്ങരകുടി, ഭക്ഷണമൊക്കെ അടിപൊളിയായിരിക്കണം. അടിപൊളിയായിരിക്കും. ആ. പക്ഷെ ഉപ്പ എവിടെ? ഒരു പേപ്പറും പേനയും കൊണ്ടുവാ, പറയുന്നിടത്ത് ഇട്ട് തരാം. എന്തോന്ന്? ഒപ്പ് മനസ്സിലായില്ലയോ? വിരലടയാളം. ഓ, തമാശ. ആ മനസ്സിലായില്ലേ? ഹ, ഇവിടെ വന്നുകൂടിയവരുടെ വിരലടയാളം അച്ചായന്റെ മുഖത്ത് പതിയണ്ടെങ്കിലേ ഒരു 2 കിലോ ഉപ്പൂടി മേടിച്ചാ. ഞാൻ രാവിലെ മേടിച്ചത് 2 കിലോ ഉപ്പ് അവിടെ. അത് ഞാനെടുത്ത് അങ്ങ് വിഴുങ്ങി. ആ രാവിലെ വാങ്ങി തന്ന കൊപ്പ എവിടെയായിരുന്നു? കൊപ്പ്. അതെ, 3-4 കിലോ ഉപ്പ് കിട്ടേണ്ടത് 2 കിലോ ഉപ്പ് കിട്ടിയാൽ എവിടെ തികയാനാ? നിങ്ങൾക്കറിയാവുന്ന ഒരേ ഒരു പണി, പാവങ്ങൾക്ക് കാശ് കൊടുത്ത് അവരിന്ന് കൊള്ളപ്പലിശ നേടുക. ബ്ലേഡ് ട്രാക്കുള. ആ വന്ന് വന്ന് പാചകക്കാരന് പോലും എന്നോട് ബഹുമാനമില്ലാതായി. അടുത്ത മാസം തന്നെ നടത്തണമെന്ന് അവര് പറയണേ. ഒരു കണക്കിന് പെട്ടെന്ന് നടത്തുന്നതാ നല്ലത് അല്ലേ? ദേവു, ആ ഇതാ വരുന്നേ. അതൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. ആ ഒരു സെക്കൻഡ്. യെസ് ബാലേന്ദ്രൻ. ആ എടോ ഡോക്ടറെ, താനാണോ? ഇവിടെ എല്ലാരും എത്തിക്കഴിഞ്ഞു. ആ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഞാനിപ്പോ വിളിച്ചതൊരു കാര്യം പറയാനാ. അത്യാവശ്യമായിട്ട് താൻ ഇവിടം വരെ ഒന്ന് വരണം. ഹാ എടോ, ഇന്നെന്റെ മോളുടെ കല്യാണ നിശ്ചയമാണെന്ന കാര്യം മറന്നോ? ഏയ്, ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. എന്താടോ ഇത്ര വലിയ കാര്യം? സം പ്രോബ്ലംസ്? കാര്യം പറയൂ താൻ. വാട്ട്? എന്താലോചിച്ചുകൊണ്ട് നിൽക്കാ? മുഹൂർത്തത്തിന് സമയായി. ആരായിരുന്നു ഫോണില്? ഒരു പഴയ കക്ഷിയാ. വന്നേ.
ഇത്ര പെട്ടെന്ന് താനിങ് എത്തിയോ? കാര്യങ്ങളൊക്കെ മംഗളായല്ലോ. പാർട്ടി എവിടെ? അത് ഹലോ, ഡോക്ടർ പ്രമോദ. ആ പറഞ്ഞോളൂ. ആ താനത് അവിടെ ഒന്ന് വെക്കുന്നുണ്ടോ? അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ധൃതി വെക്കാതെ ഇരിക്കി. താനിങ്ങനെ ടെൻഷൻ അടിച്ചാലോ? പിന്നെ തുള്ളിച്ചാടി സന്തോഷിക്കാനുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. അത് പോട്ടെ, ഈ വരവിന്റെ ഉദ്ദേശം എന്താ? പാർവതി, പാർവതിക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? അങ്ങനെ എളുപ്പം മറക്കാൻ കഴിയുന്നതാണോ? എന്നോടൊന്നും ചോദിക്കാനില്ലേ അഡ്വക്കേറ്റിന്? അത് പിന്നെ ഞാൻ... വേണ്ട, വാക്കുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. എന്റെ വരവ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ജയിലിൽ കിടന്ന് തന്നെ ഞാൻ മരിക്കുമെന്നായിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അല്ലേ? എല്ലാം അങ്ങനെ സ്വയം തോന്നിയാ ഞാൻ എന്ത് ചെയ്യും? സ്വയം തോന്നിയതല്ലോ, തോന്നിപ്പിക്കുന്നതല്ലേ. ഓരോ പകലും ഞാൻ കാത്തിരുന്നു, നിങ്ങൾ വരുമെന്ന് കരുതി. വേണ്ട, ഒന്നും ചികഞ്ഞു നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതല്ലേ. അല്ല, അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ആവർത്തിക്കാം. ഇപ്പൊ എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്കെന്റെ മകളെ വേണം. ഞാൻ നൊന്തുപെറ്റ എന്റെ മകളെ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? പാർവതി, നീ നിന്റെ മകളെ വേണമെന്ന് പറയുമ്പോൾ തരാൻ ബാലേന്ദ്രനും അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ ഞാനും ബാധ്യസ്ഥനാണ്. എന്ത് ബാധ്യസ്ഥത? വർഷങ്ങൾക്ക് മുമ്പ്, അതും 1-2 കൊല്ലങ്ങൾക്ക് മുമ്പല്ല, 10-18 കൊല്ലങ്ങൾക്ക് മുമ്പ് എല്ലാ കണക്കുകളും തീർത്തിട്ടിപ്പോ മനുഷ്യനെ സ്വൈര്യം കിടത്താൻ കയറി വന്നിരിക്കുന്നു. അഡ്വക്കേറ്റേ, ഏത് തരത്തിലുള്ള കണക്കുകളാണ് നമ്മൾ തമ്മിൽ തീർത്തത്? പറഞ്ഞ കൊള്ളായിരുന്നു. വാക്കുകൾ പുറത്തേക്ക് വിടും മുമ്പ് ആലോചിക്കണം, പ്രത്യേകിച്ച് അഡ്വക്കേറ്റുമാർ. നിങ്ങൾക്ക് എന്ത് വേണം? എന്റെ മകളെ വേണോ? നിങ്ങളുടെ മകളോ? നിങ്ങളുടെ മകളെ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ മകളെയാ. പാർവതി, തൻ്റെ ആവശ്യം ന്യായമാണ്. എങ്കിലും താൻ ഒരു കാര്യം മനസ്സിലാക്ക്. തൻ്റെ മകളുടെ വിവാഹ നിശ്ചയം ഇന്ന് കഴിഞ്ഞു. ആ കുട്ടി ഇത്രയും കാലം നല്ല രീതിയിൽ ജീവിച്ചു, അതും അഡ്വക്കേറ്റ് ബാലേന്ദ്രന്റെ മകളായിട്ട്. പെട്ടെന്നിപ്പോൾ അവൾ ബാലേന്ദ്രന്റെ മകളല്ലെന്നറിയുമ്പോൾ അവൾക്ക് ഈ സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്ക്. നിശ്ചയിച്ച വിവാഹം തന്നെ മുടങ്ങിയേക്കാം. വളരെ സന്തോഷത്തോടെ നല്ല രീതിയിൽ കഴിയുന്ന അവളുടെ ഭാവിയെ നശിപ്പിച്ച് ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ വേണോ? കല്യാണം തീരുമാനിക്കും മുൻപ് നൊന്തു പ്രസവിച്ച അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ഡോക്ടർക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, എന്റെ മകളെ എന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ വേണ്ടി നിങ്ങൾ നൽകിയിരുന്ന വാക്കുകൾ, അതിൽ ഒരു വാക്കെങ്കിലും നിങ്ങൾ പാലിച്ചോ? എന്റെ മകളെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്നുള്ള ന്യായമായ ആവശ്യം മാത്രമായിരുന്നു എനിക്കുള്ളത്. സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾ രണ്ടാളും ചോദിച്ചു നോക്ക്, എന്നോട് കാണിച്ചതൊക്കെ ന്യായമായിരുന്നു എന്ന്. ദിനം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് ഞാൻ. എനിക്കിനി അധിക നാളില്ല, കുറച്ചെങ്കിൽ കുറച്ചു നാൾ.
എനിക്കെന്റെ മോളെ കണ്ടേ മതിയാവൂ. അത് ഓക്കെ ഓക്കെ, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം പാർവതി റെസ്റ്റ് എടുക്കും. കേട്ടില്ലേ, അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. ഈ വയ്യാവേലി എവിടെ പിടിച്ചു കിടത്തിയ തന്നെയാണ് ഞാൻ കുറ്റം പറയുന്നത്. ദിനം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അവർ. ഒരു രോഗി ഒരു ഡോക്ടർ തേടിയെത്തുമ്പോൾ കണ്ടില്ല എന്നടിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ചും ഈ സ്ത്രീയെ. വേണ്ട, പിടിച്ചു കിടത്തിക്കോ. പക്ഷെ എന്നെ ഇന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. പറയാൻ എളുപ്പം, താൻ തന്നെ പറ, എങ്ങനെ ഒഴിവാക്കും? പിന്നെ ഞാനിപ്പോൾ ചെന്ന് എൻ്റെ മോളോട് പറയണോ, നീ എൻ്റെ മകളിൽ നിന്നും ദേവു നിൻ്റെ അമ്മയല്ലെന്നും? 18 കൊല്ലം, 1-2 അല്ല, 18 കൊല്ലം അവളുടെ ഓരോ ചുവടും ശ്രദ്ധിച്ച് ഞങ്ങൾ അവളെ വളർത്തി ഈ നിലയിൽ എത്തിച്ചു. അവസാനം ജയിലിൽ കിടന്നൊരു കൊലയാളിയാണ് മാളുവിൻ്റെ അമ്മ എന്നറിയുമ്പോൾ എൻ്റെ ദേവു അവൾ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയില്ല. സോ പ്ലീസ് പ്ലീസ്, നീ ഈ സ്ത്രീയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, എവിടെയെങ്കിലും പറഞ്ഞയക്കണം. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തേ പറ്റൂ. അതല്ല, ഇനി ആരെന്ത് അവകാശം ഉന്നയിച്ച് ഏത് കോടതി കയറിയാലും ശരി, അവസാന ശ്വാസം വരെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഈ ബാലേന്ദ്രൻ എവിടെ പോയി കിടക്കുന്നു? നിശ്ചയം കഴിഞ്ഞ ആളുകൾ പിരിയുന്നതിന് മുമ്പ് പോയതാണല്ലോ. എവിടെ പോന്ന് പറഞ്ഞാ പോയത്? പോകുന്ന എവിടെയാണെന്ന് പറഞ്ഞില്ല. 1 മണിക്കൂറിനകം എത്തിക്കോളാന്നാ പറഞ്ഞേ. ആ കല്യാണപ്പെട്ട് വാ 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 വാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? റിംഗ് എക്സ്ചേഞ്ചിന് ശേഷം പാർട്ടിയായിട്ട് മാറുന്ന കളിയും ചിരിയൊക്കെ ആയിരുന്നല്ലോ. എന്തായിരുന്നു വിഷയം? അതെ, എത്യോപ്യയിലെ പട്ടിണി പാവങ്ങളുടെ വിശപ്പ് എങ്ങനെ മാറ്റാന്നുള്ളതായിരുന്നു വിഷയം. അങ്കിൾ എന്തിനാ ആവശ്യമില്ലാത്തടത്തൊക്കെ തലയിടാൻ പോകുന്നു? ഓ, അപ്പൊ നിങ്ങൾ ചിരിച്ച് കളിച്ച് കുഴഞ്ഞല്ല പ്രശ്നം, ഞാൻ തലയിട്ടതാ പ്രശ്നം. എന്റെ മോളെ, മാളം കണ്ട പാമ്പ് തലയിടാതിരിക്കുമോ? വെറുതെ ഒരു രസം. ആ പിന്നെ ഫുഡിനെ കുറിച്ചൊക്കെ പയ്യൻ എന്തോ പറഞ്ഞു? പരമ ബോറാണെന്നാ പറഞ്ഞത്. ആ ദുഃഖത്തിലായിരിക്കും പപ്പ ഇവിടുന്ന് പോയത്. എന്താടാ എന്താടി ഇവള് വെറുതെ പറയാ. ആ, ആ. ഫുഡൊക്കെ ഓ നന്നായിരുന്നു. ഓ, അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒരു നല്ല ഫംഗ്ഷൻ നടത്തിയതിന്റെ ക്ഷീണം മാറ്റാനുള്ള മരുന്നൊന്നും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്നൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ പോയി വേണ്ടത് ഓ അടിച്ചോളാം. ശരി എന്നാ. ആ, ബാലേന്ദ്രനെ കണ്ടിരുന്ന കണക്കുകൾ ഏൽപ്പിക്കാമായിരുന്നു. ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാകത്തില്ല. ഹാ ദേ വന്നല്ലേ. ആയസിന് ഒരു പഞ്ഞോ ഇല്ല. താൻ ഇത്രയും നേരം എവിടെ ആയിരുന്നു? എന്താ ബാലേട്ട ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല, എമർജൻസി ആയിട്ടൊരു പാർട്ടിയെ കാണാനുണ്ട്. എന്താ പ്രശ്നം? നത്തിങ്, ഒരു പഴയ കേസുമായിട്ട് ബന്ധപ്പെട്ട അത് കാര്യം. ശരി. ഞാൻ എത്ര തവണ പപ്പ മൊബൈലിൽ ട്രൈ ചെയ്തെന്ന് അറിയാമോ? ഞാൻ മൊബൈൽ ഓഫ് ചെയ്തു. ഡിസ്കഷനിടയിൽ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതി. ഞാൻ പപ്പയുടെ പിണക്കോ? ഞാൻ പറഞ്ഞില്ലേ, പപ്പ
അല്പം തിരക്കിലായിരുന്നു എന്ന്? എപ്പോഴും പപ്പ അടുത്ത് വേണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ മോളെ? ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് മോൾ ഇവിടുന്ന് പോയാൽ ഇതുപോലെ എപ്പോഴും പപ്പയെ കാണാൻ പറ്റുമോ? ആര് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവാണെന്ന്? കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ താമസിക്കാന്ന് പപ്പ പറഞ്ഞല്ലോ. ഓ അത് കൊള്ളാം. അപ്പൊ ഇവിടെ തന്നെ കൂടാനാണോ ഭാവം? നന്നായി ബാലേന്ദ്ര. താൻ തന്റെ മോളെ ഒരുത്തനോടെ കെട്ടിച്ചയക്കുന്നു അതോ തന്റെ മോൾ കൊണ്ട് ഒരുത്തനെ കെട്ടിക്കൊണ്ടുവരുന്നു? ആ അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ. എന്തുവാടി? ശരി. നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് കിടക്കട്ടെ. അല്ലേ ഈ കണക്കുകളൊക്കെ നോക്കിയിരുന്നെങ്കിലേ എനിക്ക് വീട്ടിൽ പോയി 2 വീശിയിട്ട് കിടക്കാമായിരുന്നു. വീശാൻ വേണമെങ്കിൽ ഞാൻ കൂടെ കൂടാ. പോടാ പുറത്തേക്ക്. ആ. എന്താ ബാലേട്ട ഒരാലോചന? ഏയ് ഒന്നുമില്ല. എനിക്കറിയാം മോളെ പിരിയുന്നതിന്റെ പ്രയാസമാണല്ലേ. ശരിയാ. മോള് നമ്മളെ വിട്ട് പോവോ ദേവു? എന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ തന്തമാര് പെൺകുട്ടികളെ കെട്ടിച്ചേക്കുന്നത് ആദ്യാ? അല്ല ദേവു. ഷോ ഈ ബാലേട്ടന്റെ ഒരു കാര്യം. ഒന്ന് കുളിച്ച് പെട്ടെന്ന് വന്നേ. മോളൊന്നും കഴിക്കാതെ അവിടെ കാത്തിരിക്കുക. ആരാ മനസ്സിലായില്ല. ഇത് അഡ്വക്കേറ്റ് ബാലചന്ദ്ര സാറിന്റെ വീടല്ലേ? അതെ. എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാൽ കൊള്ളായിരുന്നു. അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവും. നീ എന്തിനിവിടെ വന്നു? ഞാൻ എന്തിനിവിടെ വന്നു എന്ന് അഡ്വക്കേറ്റ് സാറിന് അറിയാലോ. ഇല്ലെങ്കിൽ പറയാം. എന്നെ വന്ന് കാണാതിരുന്നാൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് കരുതിയോ? നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞ തീരുമാനം ഞാൻ അറിഞ്ഞു. എങ്കിൽ എന്റെ തീരുമാനം കേട്ടോളൂ. ഞാൻ വന്നത് എന്റെ മകളെ കൊണ്ടുപോകാനാ. അവളെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും. പാർവതി വേണ്ട. അലറി വിളിച്ചാലൊന്നും ഈ പാർവതി ഭയക്കില്ല. അങ്ങനൊരു ഭയം എനിക്കുണ്ടായിരുന്നെങ്കിൽ വഞ്ചിച്ചവനെ കുത്തിമലർത്താനുള്ള ചങ്കൂറ്റ എനിക്ക് കിട്ടില്ലായിരുന്നു. മര്യാദയ്ക്ക് എന്റെ മകളെ തിരികെ തരുന്നോ അതോ ഞാൻ ആളെ വിളിച്ചു കൂട്ടണോ? ഇതിലേതാ വേണ്ടതെന്ന് അഡ്വക്കേറ്റിന് തീരുമാനിക്കാം. പാർവതി, നീ എൻ്റെ കുടുംബം നശിപ്പിക്കരുത്. ദയവ് ചെയ്ത് ഇവിടുന്ന് പോ. ഞാൻ ആരുടെയും കുടുംബം നശിപ്പിക്കാൻ വന്നതല്ല. എനിക്ക് വേണ്ടത് ഞാൻ നൊന്തു പെറ്റ എന്റെ മകളെയാണ്. ബാലേട്ടാ, ഇതാരാ? എന്താ ഇവര് പറഞ്ഞത്? എനിക്കറിയില്ല. പഴയ ഒരു കക്ഷിയുടെ ഭാര്യ. ലേശം മെന്റൽ പ്രോബ്ലം ഉണ്ട്. നീ അകത്ത് പോ. മിസ്സസ് ബാലചന്ദ്രൻ, പോകാൻ വരട്ടെ. എന്തായാലും ഞാൻ ഇവിടം വരെ എത്തിയില്ലേ. ഞാൻ എന്തിനിവിടം വരെ വന്നു എന്നുള്ളത് നിങ്ങളും കൂടെ അറിഞ്ഞിട്ട് പോയാ മതി. ഞാനേതോ ഒരു പഴയ കേസിലെ കക്ഷിയുടെ ഭാര്യയാണെന്നാണല്ലോ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞത്. എങ്കിൽ ആ കേസ് എന്താണെന്നൂടി പറയാൻ പറയൂ. തലയ്ക്ക് സുഖമില്ലാത്തവരോട് സംസാരിച്ച് നിൽക്കാതെ പറഞ്ഞു വിട്ടേക്ക് പപ്പ. കേട്ടില്ലേ മോള് പറഞ്ഞത്? അവൾ പറഞ്ഞതല്ല, നിങ്ങൾ പറയിപ്പിച്ചതാണ്. നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞതുപോലെ എനിക്ക് ഭ്രാന്തില്ല. ഞാൻ പാർവതി. ഞാനിവിടെ വന്നത് ഞാൻ നൊന്തു പ്രസവിച്ച എന്റെ മകളെ കൊണ്ടുപോകാന്. അതിനിവിടെ
എന്റെ ഈ മകളല്ലാതെ മറ്റാരും ഇല്ലല്ലോ. ഉണ്ട്, എന്റെ മകളുണ്ട്. ദേ ഇവൾ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകളാണെന്ന് ആര് പറഞ്ഞു? രാവിലെ വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറയുന്ന എന്താ ബാലേട്ട ഇത്? അനാവശ്യമോ? ഞാൻ പറയുന്നത് അനാവശ്യമാണെങ്കിൽ ഡോക്ടർ പ്രമോദ് പറയും ഇതിന് മറുപടി. മോളെ, ഞാനാ നിന്റെ അമ്മ. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മ. നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എന്താ പപ്പ ഇത്? ഞാൻ പപ്പയുടെ മോളല്ലേ? ഈ നിൽക്കുന്നല്ലേ എന്റെ അമ്മ? പറ പപ്പ, പറ. ബാലേട്ട എന്താ ഒന്നും മിണ്ടാത്ത? മോള് ചോദിച്ചു കേട്ടില്ലേ? പറ ബാലേട്ട. പറ പപ്പ, പറ. ഇവര് പറയുന്നില്ല ശരിയാണോ? അതെ, ശരിയാണ് മോളെ. ഇവരാണ് നിന്റെ അമ്മ. ദേവമോളെ, 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 മോളെ കഥ തുറക്ക് മോളെ. മോളെ ദേവമോളെ, ദേവമോളെ കഥ തുറക്ക, കഥ തുറക്ക് ദേവമോളെ, കഥ തുറക്ക്. സാറേ. എന്താ ശങ്കരമാമ? എന്താ? ദേവമോൾ അടുക്കള കയറി കഥ അടച്ചു. വിളിച്ചിട്ട് തുറക്കുന്നില്ല. ദേവു, ദേവമോളെ കഥ തുറക്കാൻ. ദേവു, ദേവു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ദേവു, കഥ തുറക്കാൻ. ദേവമോളെ, ദേവു, ദേവു, കഥ തുറക്കാൻ. ദേവു, ഞാനാ പറഞ്ഞ കഥ തുറക്കാൻ. ദേവു, ദേവു, ഞാൻ പറഞ്ഞു കേട്ടില്ല, കഥ തുറക്കാൻ. ദേവമോളെ, ദേവു, ദേവു. എന്താ ബാലേട്ട? എന്തു പറ്റി? ഒന്നുമില്ല. ആവശ്യമില്ലാതെ ഓരോന്നും ചിന്തിച്ച് കിടന്ന് ഉറങ്ങിയോണ്ടാ ഇങ്ങനെ. മോളെവിടെ? ഈ പാതിരാത്രിയിൽ അവൾ എവിടെ പോവാനാ? അവൾ അവളുടെ മുറിയിലുണ്ടാവും. എന്താ? ഒന്നുമില്ല. ഇതെന്ത് പറ്റി ബാലേട്ടന്? വന്നപ്പോഴേ ഒരു വല്ലായ്മ. ദേ, നാളെ തന്നെ ക്ഷേത്രത്തിൽ പോയി ഒരു ചരട് ജപിച്ചു കിട്ടണം കേട്ടോ. നീ കുറച്ച് വെള്ളം കൊണ്ടാ. ആഹാ, ഇതുവരെ കുളിയൊന്നും കഴിഞ്ഞില്ലേ? ദേവു, നീ ഇന്നലെ ചോദിച്ചില്ലേ എനിക്കെന്തൊരു വല്ലായ്മന്ന്? ഞാൻ ഇന്നലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരിടം വരെ പോയി എന്ന് പറഞ്ഞല്ലോ. ഉവ്വ്. വാസ്തവത്തിൽ ഞാൻ ആ കൺഫ്യൂഷനിലാണ്. എന്താ ബാലേട്ടാ? പറയാം. അതിനു മുമ്പ് നീ എനിക്കൊരു ഉറപ്പ് തരണം. എന്തുറപ്പ്? എല്ലാം കേട്ടിട്ട് സത്യസന്ധമായൊരു മറുപടി നിന്നിൽ നിന്ന് എനിക്ക് കിട്ടണം. വളരെ ആലോചിച്ച് വേണം അഭിപ്രായം പറയാൻ. ഇത് കൊള്ളാം. ഇവിടെ ഇപ്പോൾ വക്കീൽ ഞാനോ ബാലേട്ടനോ? ചില സാഹചര്യങ്ങളിൽ വക്കീലിനേക്കാൾ ബുദ്ധി പ്രയോഗിക്കുന്ന ഗുമസ്തന്മാരായിരിക്കും. ആദ്യം ചേട്ടൻ കേസ് പറ, എന്നിട്ട് ആലോചിക്കാം.
പറയാം. ഒരമ്മ കാലങ്ങളോളം മക്കളില്ലാതെ ഒടുവിലൊരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി വലുതാക്കി. നമ്മുടെ മോളുടെ പ്രായത്തിനൊപ്പം എത്തിയപ്പോഴാണ് അറിയുന്നത് അത് തൻ്റെ കുഞ്ഞല്ലെന്ന്. സ്വന്തം മകളെന്ന് വിശ്വസിച്ച് വളർത്തിയ മകൾ സ്വന്തമല്ലെന്നറിയുമ്പോൾ ആ സ്ത്രീക്കുണ്ടാവുന്ന മാനസികാവസ്ഥ, തനിക്കാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നതെങ്കിൽ താൻ എന്ത് ചെയ്യും? അതിനെത്ര ചോദിക്കാൻ എന്തിരിക്കണു? ഞാനല്ല മറ്റേത് സ്ത്രീയാണെങ്കിലും തകരും. ഓക്കെ, ഐ എഗ്രി. ഇനി ആ മകളെ സ്വന്തം അമ്മ വന്ന് ചോദിച്ചാൽ വളർത്തമ്മ വിട്ടുകൊടുക്കണോ? ഇത്രയും കാലം സ്വന്തമെന്ന് കരുതി ഓമനിച്ച് വളർത്തി വലുതാക്കിയ മകളെ വിട്ടുകൊടുക്കാൻ മനസ്സനുവദിക്കില്ല. എന്നാലും പെറ്റമ്മ പെറ്റമ്മ തന്നെയല്ലേ. വളർത്തമ്മയ്ക്കില്ലാത്ത ഒന്ന് പെറ്റമ്മയ്ക്കുണ്ട്, രക്തബന്ധം. അതിരിക്കട്ടെ, ചേട്ടന്റെ കക്ഷി പെറ്റമ്മയോ പൊറ്റമ്മയോ? ഞാൻ പൊറ്റമ്മയുടെ ഭാഗത്താ. വേണ്ട ബാലേട്ടാ, കേസ് തോറ്റാലും കുഴപ്പമില്ല. കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന പെറ്റമ്മയുടെ ശാപം വാങ്ങാതിരിക്കുന്നതാ ബുദ്ധി. നമുക്ക് ഒരു പെൺകുട്ടിയുള്ളതെന്ന് ഓർമ്മ വേണം. നമ്മളിലൂടെ ഒരു കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് നഷ്ടപ്പെട്ട അതുമൂലം ഉണ്ടാകുന്ന ശാപം തലമുറകൾ വേട്ടയാടും. അതുകൊണ്ട് ബാലേട്ടി കേസ് എടുക്കണ്ട, അതാ നല്ലത്. ഇത് എൻ്റെ അഭിപ്രായം. ഇനി എല്ലാം വയ്ക്കേണ്ട ഇഷ്ടം പോലെ. പെട്ടെന്ന് കുളിച്ച് റെഡിയായി വന്നേ. പാർവതി, വേണ്ട, കിടന്നുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയോ? അദ്ദേഹം വന്നില്ലേ? ഡോക്ടർ സംസാരിച്ചോ? എനിക്കെന്റെ മോളെ കിട്ടില്ലേ ഡോക്ടർ? ഒക്കെ ശരിയാവും. തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. അസുഖം ഒന്ന് കുറയട്ടെ. എന്റെ അസുഖം കുറയുന്നതല്ലെന്ന് ഡോക്ടർക്ക് തന്നെ അറിയില്ലേ? എന്റെ കണ്ണടയുന്നതിന് മുൻപ് എന്റെ മോളെ എനിക്ക് തരാമെന്ന് ഡോക്ടർ എനിക്ക് ഉറപ്പ് തരണം. അഡ്വക്കേറ്റ് ബാലേന്ദ്രനെ പിന്നെ എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞില്ല. പുള്ളിക്കാരൻ അല്പം തിരക്കില്ല. ഇന്നോ നാളെ തീർച്ചയായും ഞാൻ കാണും. കണ്ടാ മാത്രം പോരെ. എന്താ ഡോക്ടർ ഒന്നും മിണ്ടാത്തത്? പാർവതിയുടെ അവസ്ഥ മനസ്സിലാകഞ്ഞിട്ടല്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം. 10-18 വർഷം സ്വന്തം മകളാണെന്ന് കരുതി വളർത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം മകളെ വിട്ടുതരണമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും താങ്ങാൻ കഴിയുന്നതാണോ? ഈ കാലതാമസത്തിനൊക്കെ കാരണം ഞാനാണോ? ഡോക്ടറൊക്കെ മറന്നു തോന്നുന്നു. ഒന്നും മറന്നിട്ടല്ല, അല്ലെങ്കിൽ തന്നെ മറക്കാൻ കഴിയുന്നതാണോ ഇതൊക്കെ? അതാ ഞാൻ പറഞ്ഞത്, അഡ്വക്കേറ്റിന് അല്പം സമയം കൊടുത്തേ പറ്റൂ. അപ്പോൾ ഡോക്ടർ അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു അല്ലേ? അത് പിന്നെ ഞാൻ വേണ്ട, എന്നെ ആശ്വസിപ്പിക്കാൻ ഡോക്ടർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി അയാൾ പറഞ്ഞു കാണും കുഞ്ഞിനെ വിട്ടുതരാൻ പറ്റില്ലെന്ന്. അങ്ങയുടെ പെങ്ങൾക്കാണ് ഈ ഗതി വന്നിരുന്നെങ്കിൽ ആരുടെ പക്ഷത്ത് നിൽക്കും? പറയൂ. അത് എനിക്ക് മറുപടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒന്നു മാത്രം, എന്റെ മകളെ കാണാതെ ഞാൻ ഇവിടെ വിട്ട് പോവില്ല. കാണിക്കുന്നേ, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്നറിയില്ലേ? അറിയാം, അതുകൊണ്ടല്ലേ മനഃപൂർവ്വം ചെയ്തത്. എന്തിനാ? നിന്നെ ചോടിപ്പിക്കാൻ. നിന്റെ ഈ മൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാടി. അന്നേരത്തെ ആ കൃഷ്ണമണിയുടെ ഓട്ടവും ചുണ്ടിന്റെ ചരിവൊക്കെ കാണാൻ എന്ത് ചെയ്യണമെന്നറിയോ? കൂടുതൽ സുഖിപ്പിക്കല്ലേ? സത്യം,
പക്ഷേ നീ ഒന്ന് പെറ്റായി ചേലൊക്കെ പോവില്ലേ? എന്നുവെച്ച് പ്രസവിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഒരമ്മയാകുക എന്നത്. അതും ഇഷ്ടപുരുഷന്റെ കുഞ്ഞാകുമ്പോ അതിൽ പരം ഭാഗ്യം വേറെന്തുണ്ട്? ദേ, ചേലൊക്കെ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ, ഞാൻ അങ്ങ് സഹിച്ചു. നമുക്കിന്നൊരു ഡോക്ടറെ കാണണം, ഇന്ന് തന്നെ കാണണം. ദേ, വയറ്റിൽ കിടക്കുന്നതേ കോൺട്രാക്ടർ ശിവരാമന്റെ കുഞ്ഞാ. കുണ്ടാമണ്ടിത്തര ലേശം കൂടുതലായിരിക്കും കേട്ടോ. എങ്കിൽ നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലോ? ശിവരാമേട്ടൻ എന്താ പറഞ്ഞത്? നമ്മുടെ കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കാനോ? നമുക്ക് ഈ കുഞ്ഞ് വേണ്ട. നാളെ തന്നെ ഡോക്ടറെ കണ്ട് അബോർട്ട് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ദേ, തമാശ പറയാനുള്ള നേരമല്ലിത്. തമാശയാണെന്ന് ആര് പറഞ്ഞു? കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടാവുമല്ലോ. ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ദേ നോക്ക, ഞാനും നീയും തമ്മിലുള്ള ബന്ധം നാലാൾ അറിഞ്ഞുള്ള ബന്ധമല്ല. നാട്ടുകാരറിഞ്ഞാ നാണക്കേട് എനിക്കാ. അതുകൊണ്ടാ പറഞ്ഞത് എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിത്തരാൻ. വരട്ടെ, സമയമാകുമ്പോ വേണ്ടത് ചെയ്യാം. എന്നാ ഇനി സമയമാകുന്നത്? 6 മാസം മുമ്പ് കുടുംബക്കാരെയൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളെ മാത്രം വിശ്വസിച്ചിറങ്ങി തിരിച്ച് എന്നെ ഈ ഹോട്ടൽ മുറിയിൽ കൊണ്ട് താമസിപ്പിച്ചതല്ലാതെ മറ്റെന്താ ശിവരാമേട്ട എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ക്ഷേത്രനടയെ കൊണ്ടുപോയി കഴുത്തിൽ ഒരു താലി കെട്ടിത്തരാൻ പറഞ്ഞപ്പോ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ വയറ്റിൽ ഒരു കുഞ്ഞുമായി. ഇനി എന്നാണാവോ ശിവരാമേട്ടന് സമയാവുന്നത്? പറ പാർവതി. നാണക്കേട് അന്തസ്വാഭിമാനമൊക്കെ നിങ്ങളെപ്പോലെ എനിക്കുണ്ട്. അതൊക്കെ കളഞ്ഞു ഒളിച്ചു തന്നെയാ ഞാനും ഇറങ്ങി പുറപ്പെട്ടത്. ഞാനൊരു അഭിപ്രായം പറഞ്ഞു, അതിന് നീ ഇത്ര ചൂടാവുന്നതിനാ? വെറുതെ ഞാനൊരു നമ്പർ ഇട്ടതല്ലേ. എന്താ നിന്റെ മനസ്സിലിരിപ്പെന്ന് അറിയാൻ. നോക്ക്, അറിയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. നമുക്ക് ഈ കുഞ്ഞിനെ കളയണ്ട. നാളെ തന്നെ ഡോക്ടറെ കാണാം. അല്ല, ഇന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണാം. എന്താ പോരെ? എന്നാ പോരടി. നിന്റെ കഴുത്ത് ഞാൻ താലി കെട്ടണോ അല്ലേ? കെട്ടാം. അതിനു വേണ്ടി തന്നെയാടി ഞാനിപ്പോ വന്നേ. എടി, നീ പറഞ്ഞ കണക്കിൽ ഞാൻ താലി കെട്ടാൻ തുടങ്ങിയാലേ ഞാൻ ഈ ലോകത്ത് ഒരുപാട് പെമ്പിള്ളരെ താലി കെട്ടേണ്ടി വരും. നിനക്കറിയാമടി, 20-ാം വയസ്സിൽ തുടങ്ങിയ പെമ്മേട്ടയാ ഇപ്പൊ ഈ 30-ാം പക്കത്തിലും തീർന്നിട്ടില്ല. നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചേ? ശിവരാമൻ കെട്ടണ താലി കിടക്കാനുള്ള യോഗ്യത നിന്റെ ഈ കഴുത്തിനില്ല. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ പറഞ്ഞ പടി ഡോക്ടറെ കണ്ട് കഴുകി ഇറക്കിട്ട് സ്ഥലം കാര്യാക്കിക്കോ. കൂടുതൽ കളിക്കാനാണ് പോവെങ്കിൽ കട്ടയ്ക്ക് വെക്കാൻ നിന്റെ ശരീരം പോലും കാണില്ല. സമ്മതിക്കില്ല ലേഡി.
ഇത് പറയാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പാർവതിയുടെ ആവശ്യം ന്യായമാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിയില്ല. എന്നൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ എല്ലാം തുറന്നു പറഞ്ഞ് മാളൂനെ അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിക്കാം. എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇത്രയും ദിവസമായിട്ടും ഒന്നവർ ചെന്ന് കാണാനുള്ള മനസ്സ് പോലും കാണിക്കാത്ത തന്റെ ഭാഗത്ത് എവിടെയാണ് ന്യായം? തനിക്കറിയാമോ, അവരുടെ ചോദ്യത്തിന് മുമ്പിൽ മറുപടി ഇല്ലാതെ ഞാൻ വിഷമിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ശപിക്കാറുണ്ട്. സോറി, ദയവ് ഇത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അപ്പോ താനും എന്നെ കൈവിടുകയാണോ? കൈവിടുകയല്ല, മനസാക്ഷി കുത്തില്ലാതെ കിടന്നുറങ്ങണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചേ പറ്റൂ. എല്ലാവരും എന്നെ വിട്ട് പോകട്ടെ. പക്ഷെ ഒരു കാര്യം, അതിനു മുമ്പ് ബാലേന്ദ്രൻ്റെ അന്ത്യം കാണാൻ നിങ്ങളൊക്കെ തയ്യാറായിരിക്കണം. ബാലേന്ദ്ര, തന്നെ ഞാൻ കൈ ഒഴിഞ്ഞതല്ല. പ്ലീസ്, താൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. താൻ പറഞ്ഞാണ് ശരി, എൻ്റെ പക്ഷത്ത് ന്യായമില്ല. ഈ കേസിലെ വാദിയും പ്രതിയും ഞാനാണ്. തോറ്റുകൊടുക്കാനാണ് വിധിയെങ്കിൽ തോറ്റുകൊടുക്കാം. ഹലോ ഹലോ, വിളിച്ചിട്ടൊന്നും പറയാതിരുന്ന എങ്ങനെയാ? ഇത് എത്രാമത്തെ തവണയാ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്? ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ആരെയാ വേണ്ടേ? ഹലോ, എന്തെങ്കിലും ഒന്ന് പറയൂ. ഇതെന്തോന്ന് രാവിലെ മെനക്കെടുത്താനായിട്ട് ഓരോ മനുഷ്യര്. ബലടാ, എനിക്കൊന്നും അറിയില്ല. എന്തറിയില്ലെന്ന്? നീ എന്തോ ചോദിച്ച പോലെ തോന്നുന്നു. അയ്യോ, ഏതോ ഒരു പഴയ കേസ് എടുത്ത് തലയിൽ വെച്ച് ബാലേട്ട് ഈ ഇടയിട്ട് എപ്പോഴും ടെൻഷനില്ല. ദേ, ചുമക്ക മയ്യാത്ത ഭാര്യയാണെങ്കിൽ അതങ്ങോട്ട് വേണ്ടെന്ന് വെക്കണം. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എപ്പോഴും കേസ് കേസ് കേസ്. വേറെ ആർക്കും ഇല്ല കേസും വഴക്കൊന്നും. ചുമക്ക മയ്യാത്ത ഭാര്യയാണെങ്കിൽ അതങ്ങോട്ട് വേണ്ടെന്ന് വെക്കണം. ഹലോ, ഞാൻ പാർവതിയാ. ഞാൻ പല പ്രാവശ്യം ഫോൺ ചെയ്തു. അഡ്വക്കേറ്റ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും. വേണ്ട, ഞാൻ വരാം. എന്തിനാ വിളിച്ചത്? വിളിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. അതാ 3-4 വട്ടം ഫോൺ ചെയ്തത്. എന്നെ കാണാനും സംസാരിക്കാനും ഇഷ്ടം ഉണ്ടാവില്ലെന്നറിയാം. എനിക്ക് മറ്റൊന്നും പറയാനില്ല. പാർവതി, നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഈ നിമിഷം വരെ എൻ്റെ ഭാര്യയ്ക്ക് മോൾക്കൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ കഴിഞ്ഞിട്ടും എൻ്റെ പേരിൽ പല കുറ്റങ്ങളും ചുമത്തി വീണ്ടും എന്നെ ജയിലിൽ കിടത്തി. അവിടെ ജയിലധികാരികൾക്ക് എന്നെ ആവശ്യമായിരുന്നു. അങ്ങനെ 18 വർഷം ഞാൻ അനുഭവിച്ച വേദന. ഒരു അഡ്വക്കേറ്റായി നിങ്ങൾ എന്റെ ശിക്ഷയ്ക്ക് ഇളവ് വാങ്ങി തരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. നിങ്ങൾക്കതിന് കഴിയുമായിരുന്നു. പക്ഷേ ഒക്കെയും എന്റെ മണ്ട സ്വപ്നങ്ങളായി മാറി. അതൊക്കെ പോട്ടെ, എന്റെ മകൾ എന്നെ ശപിക്കരുത്. എനിക്കായിട്ട് ഒരു 4 സെന്റും ഒരു കൊച്ചു വീടും ഉണ്ട്. അതവൾക്ക് കൊടുക്കണം. അതിനായി എന്റെ മകളെ എന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇതൊരപേക്ഷയല്ല, ഒരു പെറ്റമ്മയുടെ അവകാശമാണ്.
പറയാതെ പോയാൽ എങ്ങനെയാ? ഞാൻ വരാം. വരുന്നത് ഒറ്റയ്ക്കാവരുത്. ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കാണ്. പാർവതി സ്വന്തം മകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവളുടെ ഭാവി നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ചിന്തിക്കണം. പ്ലീസ്, ഇതെൻ്റെ ഒരു റിക്വസ്റ്റായി മാത്രം എടുത്താൽ മതി. നാളെ ഞാൻ വരാം. മറുപടി പോസിറ്റീവ് ആയിരിക്കണം. ഈശ്വരാ, ഞാൻ ജീവിച്ചിരുന്നത് തന്നെ എന്റെ മകൾക്ക് വേണ്ടിയായിരുന്നെന്ന് ഞാൻ ആരോട് പറയും? ഹലോ, പപ്പയുടെ മാളുവാ. എന്താ മോളെ? ഡ്രസ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയം എത്രയെന്നറിയോ? എന്തിന്? എന്തിനെന്നോ? വെരി ഗുഡ്. എല്ലാം മറന്നോ? ഇന്ന് നമ്മൾ ഒരുമിച്ച് ഗോൾഡ് സെലക്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് ദേ ആൻസിയും വന്നിട്ടുണ്ട്. അവളുടെ കയ്യിൽ ഒരു അടിപൊളി നെക്ലസിന്റെ ഫോട്ടോ ഉണ്ട്. പപ്പ കണ്ട ഞെട്ടിപ്പോവും. അല്ല മോളെ, പപ്പ ലേശം തിരക്കില്ല. മോളും അമ്മയായിട്ട് പോയിട്ടുവാ. ഇല്ല, ഞാൻ പോവില്ല. ഞാൻ പോകുന്നെങ്കിൽ പപ്പ ഒത്തേ പോവും. പറഞ്ഞില്ലേ, ഇപ്പൊ പറ്റില്ല. പിന്നെ എന്തിനാ പപ്പ എന്നോട് രാവിലെ പറഞ്ഞത് വൈകിട്ട് ജ്വല്ലറി പോവാന്ന്? പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റുമോ? മോളിപ്പോ അമ്മയായിട്ട് പോയാ മതി. ഇല്ല, എന്നാ ഞാൻ പോകുന്നില്ല. എങ്കിൽ നീ പോണ്ട. എന്താ മാളു? പപ്പ, സോറി പപ്പ. പപ്പയെ ഞാൻ നല്ല ജോലിയിൽ ഡിസ്റ്റർബ് ചെയ്തു. പെട്ടെന്ന് പപ്പ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കും വല്ലാണ്ടായി. അതുകൊണ്ടാ പപ്പയോടൊത്ത് പോണോന്ന് വാശി പിടിച്ചത്. പപ്പ സെലക്ട് ചെയ്യുന്ന മതി എനിക്ക്. കല്യാണം കഴിഞ്ഞാലേ പപ്പയുടെ സെലക്ഷൻ ഒരു വിലയുണ്ടാവില്ല. അപ്പോ കെട്ടിയോന്റെ സെലക്ഷൻ ആയിരിക്കും നന്നായിരിക്കുക. അപ്പൊ കെട്ടിച്ചുവിടുന്നോടെ പപ്പയ്ക്ക് എന്നോടുള്ള സ്നേഹം കുറയുമല്ലേ? ഈ ചോദ്യം ഞാൻ നിന്നോടാ ചോദിക്കേണ്ടത്. നിന്നെ കെട്ടിച്ചു വിടുന്നതോടെ നിനക്ക് ഞങ്ങളുള്ള സ്നേഹം കുറയോന്ന്? അതൊരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാവരുത്. പപ്പയ്ക്ക് കളഞ്ഞു കിട്ടിയ മുത്തല്ലേ നീ? പപ്പ എന്തായി പറയുന്നേ? ഞാൻ പപ്പയ്ക്ക് കളഞ്ഞു കിട്ടിയ മുത്തോ? അപ്പൊ അമ്മ എന്നെ പ്രസവിച്ചല്ല? അല്ലടി, നിന്നെ ഞാൻ പ്രസവിച്ചൊന്നുമല്ല. ഒരു അരി എടുത്ത് വാങ്ങിയതാ. ഒരു കൊഞ്ചലുകാരി, കൊച്ചു പെണ്ണെന്ന വിചാരം. പപ്പ, എനിക്ക് പപ്പയും അമ്മയും വിട്ട് പോവാനേ തോന്നുന്നില്ല. നമുക്ക് ഈ വിവാഹം നീട്ടി വെച്ചാലോ? അയ്യടാ, കൊള്ളാലോ. അച്ഛനമ്മയും കെട്ടിപ്പിടിച്ച് നീ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നോ. എന്ന് നിനക്ക് ഇവിടെ വച്ചുടമ്പി തന്ന് നിന്നെ ഞാൻ അങ്ങ് ഇരുത്താം. മടിച്ചു. അമ്മയെ മടിച്ചു, ഞാനല്ല. ഒരു നാഴേക്ക് മുമ്പേ നിന്നെ കെട്ടിക്കെട്ടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ദേവു, മോൾക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിവാഹം നിശ്ചയിച്ച തീയതിയിൽ നിന്ന് 2 മാസം കഴിഞ്ഞു മതി. ബാലേട്ട് എന്തായി പറയണത്? ഈ പൊട്ടിപ്പെണ്ണ് പറയുന്ന കേട്ടിട്ട്. അതല്ല ദേവു, ഞാൻ എന്തോ നീ പറയുന്നേ?
കല്യാണം എന്ന് പറയുന്നത് തമാശ കളിക്കാനുള്ളതല്ല. അത് പിന്നെ മോള് പറഞ്ഞപ്പോൾ എന്തോ അതിലൊരു ശരിയുണ്ടെന്ന് തോന്നി. അല്ല പപ്പ, ഞാനതങ്ങനെ വെറുതെ. വിവരം കേട്ട് ഇവൾ എന്തെങ്കിലും പറഞ്ഞ കേട്ട് തുള്ളിയ പിന്നെ സുഖമായിരിക്കും കാര്യങ്ങൾ. വെറുതെ അതൊന്നും പറഞ്ഞിരിക്കാതെ പലട്ടും കുളിച്ച് ഓഫീസിൽ പോകാൻ നോക്ക്. ഓ, എനിക്ക് നിങ്ങളുടെ ഈ ഭ്രാന്ത് കേൾക്കാൻ വയ്യേ. പപ്പയ്ക്ക് മോക്ക് എപ്പോഴും ഒരു കളി തമാശ. മാറ്റിവെക്കണം മോളെ, വിവാഹം മാറ്റിവെച്ചേ മതിയാവൂ. സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയാതെ പെട്ടെന്ന് കയറി നിശ്ചയിച്ച വിവാഹം നീട്ടിവെക്കണമെന്ന് പറയണ്ടായിരുന്നു. എന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടെത്തി വിവാഹം നിശ്ചയിച്ച തീയതിയിൽ നിന്ന് 2-3 മാസത്തേക്ക് നീട്ടിവെച്ചേ പറ്റൂ. എന്തിന്? വേണം. ആ കിട്ടുന്ന ഗ്യാപ്പിൽ പാർവതിയെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മാത്രമല്ല, അവളൊരു ക്യാൻസർ പേഷ്യൻ്റ് അല്ലേ. അതിനിടയിൽ എന്തെങ്കിലും. എന്നുവെച്ചാ താൻ അവളുടെ മരണം ആഗ്രഹിക്കുന്നു അല്ലേ? അതെ, അവളുടെ മരണം ഞാൻ ആഗ്രഹിച്ചു. അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവൻ നേർത്തടോ. വാട്ട് എ ക്രൂവൽ. യെസ്, ഐ ആം ക്രൂവൽ. എൻ്റെ സ്ഥാനത്ത് ഞാനെന്നല്ല ആരായിരുന്നാലും ക്രൂരനായി പോവും. അതൊക്കെ തന്റെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഇങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന കാലത്തിനിടയിൽ പാർവതി മരിച്ചില്ലെങ്കിൽ താൻ അവളെ കൊല്ലുമല്ലോ. ഞാൻ പറഞ്ഞ് തന്നെ വേദനിപ്പിക്കാനല്ല, എല്ലാം ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. ബാലേന്ദ്ര സാറേ, തനിക്ക് കോടതിയിൽ ഹാജരാകാൻ വയ്യെങ്കിൽ താൻ എന്തു കോപ്പിനാ എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത്? കണ്ട ജൂനിയേഴ്സിനെ കൊണ്ട് വാദിപ്പിക്കാനാണെങ്കിൽ ഇവിടെ ഈ സിറ്റിയിൽ ഒത്തിരി വക്കീലന്മാരുണ്ട്. അവരിൽ പലരും എന്റെ സുഹൃത്തുക്കളുമാണ്. അതൊക്കെ മറന്ന് തന്നെ കേസ് ഏൽപ്പിച്ചത് തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, കേസ് ജയിക്കാനാ. മിസ്റ്റർ ഫിലിപ്പ്, പ്ലീസ് കൂൾ ഡൗൺ. വാദം നാളെ ഉണ്ടല്ലോ, ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെ മാനേജ് ചെയ്ത് കളിക്കാനുള്ളതല്ല എന്റെ കേസ്. വാദം നാളെയും മറ്റന്നാളും ഒക്കെ കാണും, അതെനിക്കറിയണ്ട. ഞാൻ കാശ് തന്നതേ കോടതിയിൽ താൻ ഹാജരാകാനാ. ഓ ശരിയാ, ബട്ട് ഐ ഹാവ് സം പ്രോബ്ലംസ്. അഡ്വക്കേറ്റ്സിന്റെ പ്രോബ്ലംസ് ഒന്നും കക്ഷികൾക്കറിയേണ്ട കാര്യമില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ തീർന്നിട്ട് കേസെടുത്താൽ മതിയായിരുന്നല്ലോ. ഞാൻ ഈ കേട്ടൊക്കെ ശരിയാണോ ബാലേട്ട? നീ കേട്ടത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റൂ. എങ്കിൽ പറയാം, കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തോ? എന്തിന്? നമുക്ക് ഈ കല്യാണം കുറച്ചു ദിവസം കഴിഞ്ഞ് നടത്താം. അപ്പോ മകളോട് പറഞ്ഞതൊക്കെ കാര്യമായിട്ട് തന്നെയാണല്ലേ? അങ്ങനെ വെറുതെ പറയാനുള്ളതല്ലോ കല്യാണം നീട്ടിവെക്കുക എന്നത്. ബാലേട്ട എന്ത് ഭ്രാന്തായി കാണിച്ചേ? കാര്യമില്ലാതെ വിവാഹം മാറ്റിവെച്ചാ അത് നമ്മുടെ മോളുടെ ഭാവിയെ ബാധിക്കില്ലേ? അതെങ്ങനെ ബാധിക്കും? അവര് തമ്മിലുള്ള വിവാഹമല്ല ഞാൻ വേണ്ടെന്ന് വെച്ചത്. പറഞ്ഞുറപ്പിച്ച ദിവസം നടത്താൻ കഴിയില്ലെന്നേ പറഞ്ഞോളൂ. കാരണം പലതും കാണും. അതെല്ലാം നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല എനിക്ക്. ശരി, എന്നെ ബോധ്യപ്പെടുത്തണ്ട. പക്ഷെ ആ ചെറുക്കന്റെ വീട്ടുകാരോട് എന്ത് പറയും? നാട്ടുകാരോട് എന്ത് പറയും? എന്നും എപ്പോഴും പറഞ്ഞതൊക്കെ അനുസരിച്ച് മാത്രം ശീലമുള്ള ദേവുന് ആദ്യമായിട്ട് ബാലേട്ടന് എതിർക്കേണ്ടി വരുന്ന ദുഃഖമുണ്ട്. എന്നുവെച്ച് ഇക്കാര്യത്തിൽ നിന്ന് ഞാൻ ഒരിഞ്ച് പിന്നോട്ട് പോകുന്നു ബാലേട്ടൻ വിചാരിക്കണ്ട. തീരുമാനിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ ബാലേട്ടന്റെ സമ്മതമില്ലാതെ തന്നെ ഈ വിവാഹം നടത്തേണ്ടി വന്നാലും ഞാൻ നടത്തും. കുഞ്ഞേ, എനിക്ക് പറയാനുള്ള അവകാശമുണ്ടോന്ന് അറിയില്ല. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടാക്കി കുഞ്ഞ് പൊറുക്കണം. കുഞ്ഞ് വിവാഹം മാറ്റിവെക്കരുത്. പറഞ്ഞുറപ്പിച്ച തീയതി തന്നെ ഇത് നടത്തണം. ആരെന്തൊക്കെ പറഞ്ഞാലും മാറ്റിവെച്ചേ പറ്റൂ. അതെന്താന്ന് ചോദിച്ചാ അതിനുള്ള ഉത്തരവില്ലാഞ്ഞിട്ടല്ല. ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഇതൊന്നും ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല ശങ്കരമാവേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയല്ല കുഞ്ഞിന്റെ ഇഷ്ടം പോലെ.
ദേവോളെ, ദേവോളെ, എന്താ ശങ്കര മാമ? ഇത് ആരാ വന്നിരിക്കുന്ന നോക്കേ. ആരാ? നോക്ക്. ഇരിക്കണം. ബാലേന്ദ്രനല്ലേ? ഇല്ല, ഓഫീസിൽ കാണും. അവിടെ ഇല്ല, ഞാൻ അവിടെ പോയിട്ടാ വരുന്നത്. ഇരിക്കണം, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതൊക്കെ പിന്നെ ആവാം. അയാളെ ഇപ്പൊ എവിടെ കിട്ടും? മൊബൈലിൽ വിളിച്ചാൽ കിട്ടില്ല, വക്കീൽ ഓഫീസിലില്ല, എന്നാ വീട്ടിൽ കാണുന്നു വെച്ചാ ഇവിടെയും ഇല്ല. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും? അതല്ലേ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുക. നിങ്ങളൊക്കെ വലിയ കുടുംബക്കാരാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതൊക്കെ ശുദ്ധ തെമ്മാടിത്തരമാണല്ലോ. അല്ല, ഇത്രത്തോളം ഇങ്ങനെ സംസാരിക്കാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ബാലചന്ദ്രൻ അയാളുടെ ഗുമസ്തനെ പറഞ്ഞു വിട്ട് കല്യാണം നീട്ടിവെക്കണമെന്ന് അറിയിച്ചു. ഉടനെ ഞാൻ കാര്യങ്ങൾ അറിയാനായി വിളിച്ചു ചോദിച്ചപ്പോ അതിന് വ്യക്തമായ ഉത്തരം നൽകാതെ ഫോൺ കട്ട് ചെയ്തു. ഇതൊരു മര്യാദയാണോ? മാത്രമല്ല, ഇതൊക്കെ അറിയിക്കേണ്ടത് ഗുമസ്ത മുഖേനയാണോ? പണവും പത്രാസനും ഞങ്ങൾക്കൊരു കുറവുമില്ല, അഭിമാനത്തിനും അന്തസ്സിനും യാതൊരു കുഴപ്പവുമില്ല. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ കുടുംബത്തിൽ ഐക്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം മാറ്റിവെച്ച വിവരം ഞാൻ പറയാതെ നിങ്ങൾ അറിയുമായിരുന്നല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരിക്കണം. ഇവിടെ അതല്ലോ നടന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിടയിൽ ഐക്യമില്ല എന്ന്. കല്യാണം മാറ്റിവെക്കണമെന്ന് രാവിലെ തന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു. എന്തിന്? എന്താ ഒന്നും മിണ്ടാത്തത്? എന്തിനും ഒരു കാര്യം വേണമല്ലോ. ആ കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. കല്യാണം കുട്ടിക്കളിയല്ല. അങ്ങനെ നിശ്ചയിച്ച രീതിയിൽ നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ തലകുലിക്ക് എല്ലാം സമ്മതിച്ചത്? ഞങ്ങളുടെ ചേട്ടത്തടിച്ച് രസിക്കാനോ? ഞാൻ ഇത്രയും സംസാരിച്ചിട്ടും മാളുവിന്റെ അപ്പൊ കാര്യം പറഞ്ഞില്ല. അല്ല, അത് കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഞാൻ പറയാം. ബാലചന്ദ്രന്റെ പഴയ കാമുകി AJ ഹോസ്പിറ്റലിൽ തമ്പടിച്ചിട്ടുണ്ട്. പേ വാർഡ് നമ്പർ 201. കാമുകി വളരെ പ്രശസ്തയാ. എടുത്തു പറയത്തക്ക വിധത്തിൽ ഒത്തിരി പൊൻതൂലുകളുമുണ്ട്. അറിയപ്പെടുന്ന കൊലപാതകി തുടങ്ങി ഒത്തിരി മഹിമകളും. എന്തു പറഞ്ഞാലും ഒരു അതിരുണ്ട്. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ഭർത്താവിനോട് തന്നെ ചോദിച്ചു നോക്ക്. ഈശ്വരാനുഗ്രഹം കൊണ്ടാ ഇപ്പോഴെങ്കിലും ഇതെല്ലാം അറിയാൻ കഴിഞ്ഞത്. അയാൾ വരുമ്പോ പറഞ്ഞാ മതി. അയാൾ എന്നോട് ദിവസം മാറ്റാനല്ലേ പറഞ്ഞത്. ഞാൻ ഈ കല്യാണമേ വേണ്ടാന്ന് വെച്ചു എന്ന്. കിടക്കണു മകളുടെ വിവാഹ സമ്മാനം. ആണം കെട്ട വർഗങ്ങള്. സാറേ പോവല്ലേ, ഞാൻ പറഞ്ഞോട്ടെ. ഓടോട് ആ നാറിക്ക് വക്കാലത്ത് പിടിക്കാൻ വന്നേ. അയ്യോ, എന്ത് പറ്റി? മോളെ, ഡോക്ടറെ വിളിക്കൂ. പേടിക്കാനൊന്നുമില്ല, അല്പം കഴിഞ്ഞ ബോധം വീഴും. ഈ മരുന്നൊന്ന് വാങ്ങിച്ചു. ശരി, വിഷമിക്കാൻ ഒന്നുമില്ല മോള്, കരയാതെ. ഞാൻ ഈ മരുന്ന് വാങ്ങിച്ചിട്ട് ഉടനെ വരട്ടെ മോളെ. ബാലേന്ദ്രൻ ഇത് അങ്ങോട്ട് പോന്നേ? ബാലേന്ദ്ര, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, എന്നോടൊന്നും പറയണ്ട. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഇതിൽ നിന്ന് പിന്മാറുമെന്ന് നിങ്ങൾ കരുതിയും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നൊരു മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ. ഇത് പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട.
താനെപ്പോ വന്നു? വന്നിട്ട് കുറേ വർഷമായി. ഓ, എന്താ ചായ തൻ്റെ മറുപടിക്ക് ഒരു ഉടക്ക് ലക്ഷണം? ആ താനിരിക്കെ, ഞാൻ ഒന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ദേവു ദേവു ദേവ് ഇവിടെ ഇല്ല. പിന്നെ അവളെ എവിടെ പോയി? ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? എന്താ ശങ്കരമാമ, ദേവുനെന്ത് പറ്റി? എന്തായിരുന്നു ഒന്നും മിണ്ടാത്തത്? മാളു, മാളു, ആർക്കെങ്കിലും എന്നെ ഒന്നും അറിയിക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം തന്നെ വിളിക്കാറുള്ളതല്ലേ വെറുതെ? ഒന്ന് തലയുറ്റി വീണു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നാളെ രാവിലെ എന്നെ ഡിസ്ചാർജ് ചെയ്യും. തൽക്കാലം ഇന്ന് രാത്രിയോടെ അവിടെ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. മേഴ്സി കൂടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വരാം. ബാലന്ദ്രൻ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അതെന്താ? താനിപ്പോ അങ്ങോട്ട് പോകണ്ട, അത്ര തന്നെ. അതെന്താന്നാ ചോദിച്ചത്? ഉത്തരം ഞാൻ പറയാം. കണ്ട തേർഡ് റേറ്റ് സ്ത്രീകളായിട്ടുള്ള പപ്പയുടെ കൂട്ടുകാരമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ. നീ എന്താടി പറഞ്ഞത്? കണ്ട തേർഡ് റേറ്റ് സ്ത്രീകളുമായിട്ട് എനിക്ക് കൂട്ടുന്നോ? ആരാ നിന്നോട് പറഞ്ഞത്? ഇനി ആരാ അറിയാനുള്ളത്? നാട്ടിലൊക്കെ പാട്ടാ. ഇതിൽ കൂടുതൽ ഇനി എന്താ പപ്പയ്ക്ക് അറിയേണ്ടത്? വേണ്ട, ഒന്നും അറിയണ്ട. പക്ഷെ എനിക്കൊന്ന് അറിയണമെന്നുണ്ട്. മാളു, മിണ്ടാതിരിക്കുക അങ്കിൾ. എനിക്കത് അറിഞ്ഞേ പറ്റൂ. പപ്പയുടെ ആരാ AJ ഹോസ്പിറ്റലിൽ 201 നമ്പർ മുറിയിലുള്ളത്? പറയാൻ കഴിയില്ലല്ലേ? പാവ എന്റെ അമ്മ ഇത്രയും കാലം ചതിക്കായിരുന്നു. വിളിക്കരുത് അങ്ങനെ. എനിക്ക് അറപ്പാ. എനിക്ക് കാണണ്ട. I hate you. I hate you. ദേവു, ഇപ്പൊ എങ്ങനെയുണ്ട്? താൻ എന്താ ഇങ്ങനെ? പിന്നെ ഞാൻ എങ്ങനെ വേണം? എന്നെ കൊന്നാലും തൃപ്തി വരുന്നുണ്ടെങ്കിൽ അതും ചെയ്തോളൂ. പിന്നെ സുഖമായല്ലോ. ദേവു, ഞാനൊന്ന് സ്വസ്ഥമായി കിടന്നോട്ടെ. എല്ലാ കഥകളും അറിഞ്ഞു, തൃപ്തിയായി. നീ എന്തറിഞ്ഞെന്നായി പറയുന്നേ? അതും ഞാൻ തന്നെ പറയണമായിരിക്കും. കാര്യം അറിയാതെ വെറുതെ സംശയിച്ച് നമ്മുടെ നല്ല ബന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യരുത്. നമ്മുടെ ബന്ധം നല്ലതായിരുന്നെങ്കിൽ ഇതിനിടെ മറ്റൊരുത്തി വരില്ലായിരുന്നല്ലോ. ഞാനൊന്നും എന്റെ കഴുത്ത് താലി കെട്ടിയ പുരുഷന്റെ നന്മ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അതാണ് ദേവു. ആ ദേവുവിനോട് ബന്ധങ്ങളുടെ കണക്ക് പറയരുത്. അറിയാം, എന്നാലും ഒരെന്നാലും ഇല്ല. ആൾക്കാരെ കൊണ്ട് വെറുതെ അതൊന്നും പറയിപ്പിക്കാതെ ദേവി ഇത് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നോ? അതോ ഡ്യൂട്ടി നഴ്സിനെ വിളിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടണോ? വേണ്ട, ഡ്യൂട്ടി നഴ്സിനെ വിളിച്ചൊന്നും ബുദ്ധിമുട്ടണമെന്നില്ല. ഞാൻ പോയിക്കൊള്ളാം. തോറ്റുപോയി. എല്ലായിടത്തും ഞാൻ തോറ്റുപോയി. ആദ്യം പാർവതിയുടെ മുന്നിൽ, പിന്നെ മാളുവിൻ്റെ മുന്നിൽ, ഇപ്പോഴത്തെ എൻ്റെ ഭാര്യയുടെ മുന്നിൽ. അവൾ എന്നെ ഇറക്കി വിട്ടു. എന്നെ കാണുന്നത് പോലും അവൾ കറപ്പാണ്. ഒരു നിമിഷം എല്ലാം നഷ്ടപ്പെടുന്നതിൻ്റെ വേദന ഞാനും അനുഭവിച്ചു. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ പിരിഞ്ഞ് ജീവിച്ച പാർവതി ഇത്രയും നാൾ അനുഭവിച്ച വേദന എത്രയാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. എല്ലാം നേടിയെന്നുള്ള അഹങ്കാരത്തിൽ ഞാൻ സ്വാർത്ഥനായിപ്പോയി. അതിൻ്റെ പാപം കഴുകിക്കളയാൻ ഈശ്വരനൊരവസരം തന്നിരിക്കുകയാണ്. അന്ന് ഞാൻ നിന്റെ മുമ്പിൽ കൈനീട്ടിയ ഒരു കുഞ്ഞിന് വേണ്ടി ഇന്ന് ഞാൻ തിരിച്ച് യാചിക്കുകയാണ്. നിനക്ക് ഇവിടെ നിന്നൊന്ന് പോയി തരാമോ?
ഇത് കുറച്ച് പണമാണ്. പോരെങ്കിൽ പറ, എത്ര വേണമെങ്കിലും ഞാൻ തരാം. ബാലേന്ദ്ര സാറേ, നിങ്ങളുടെ അവസ്ഥ ഓർത്തപ്പോ എന്റെ മനസ്സിൽ ഒരല്പം ദയ തോന്നിയിരുന്നു. നിങ്ങളിപ്പോ എന്റെ മാതൃത്വത്തിന് വില പറഞ്ഞപ്പോ എനിക്ക് നിങ്ങളോട് അറപ്പാണ്, വെറുപ്പാണ്. പണം കൊണ്ട് എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് നിങ്ങൾ കരുതരുത്. പാർവതി, ഞാൻ വേണ്ട, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. പോകൂ, പോകാൻ. ബാലേന്ദ്ര, ബാലചന്ദ്രന്റെ തോൽവി തുടങ്ങിയ ചായ എന്ന് ആര് പറഞ്ഞു? ആരും പറയണ്ട. ആരും പറയാതെ തന്നെ ബാലചന്ദ്രൻ അതറിയാം. കോടതി മുറികളിൽ പോലും ബാലചന്ദ്രൻ എതിർകക്ഷികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോ ദേവുവിന്റെ മാളുവിന്റെ മുന്നിൽ തനിക്ക് ഒഴിഞ്ഞു മാറാം. പക്ഷേ എന്റെ ചോദ്യത്തിന് താൻ മറുപടി പറഞ്ഞേ പറ്റൂ. അതല്ല, എന്നോട് പറയത്തക്കവണ്ണം സ്നേഹബന്ധം നമ്മൾ തമ്മിൽ ഇല്ലെങ്കിൽ ഈ അച്ചായനെ ഇവിടെ മറക്കണം. മാളുവിന്റെ ചോദ്യത്തിനുള്ള മറുപടി അഡ്വക്കേറ്റ് എന്നോട് പറയണം. ആ സ്ത്രീ ആരാ? എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അച്ചായന് അറിയാത്ത ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. മനഃപൂർവ്വം എല്ലാവരിൽ നിന്നും ഞാൻ ഒളിപ്പിച്ചു വെച്ച ചില സത്യങ്ങൾ. അതൊക്കെ ഒരിക്കലും എനിക്കെതിരെ തിരിയില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇന്ന് ആ വിശ്വാസം തെറ്റി. ആ ഓർമ്മകൾ ഇടയ്ക്കിടെ തികട്ടി വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, forget the past. But now സ്വർണസ്ഥിതി പരിശോധനയിൽ സ്വർണം പുഷ്പാക്ഷരങ്ങളോട് വേർപെട്ട് ഭൂസ്പർശത്തോടുകൂടി ഊർദ്ധമുഖമായി കാണുന്നു. ശരം വലത്. ബാധാസ്ഥാനത്ത് ദുർമൃതി. ദോഷങ്ങൾക്ക് കാരണമായ ബ്രഹ്മരക്ഷോദോഷവും ബ്രഹ്മപ്രേതദോഷവും അതിനേക്കാൾ ഉപരി അതിശക്തമായി സർപ്പശാപവും കാണുന്നു. ബാധാസ്ഥാനത്ത് രാഹു ചന്ദ്രനൊപ്പം ശുക്രരാശിയിൽ ശുക്രനൊപ്പം വന്നാൽ സന്താനക്ഷയം, ദാമ്പത്യ ദുരിതം എന്നു വേണ്ട സുഹൃതക്ഷയം വരെ വിളിച്ചോതുന്നില്ലേ? അഷ്ടമത്തിലെ വ്യാഴൻ, അതും ഗുളികനൊപ്പം. കൂടുതൽ വിവരണത്തിന് മുതിരേണ്ട ആവശ്യമുണ്ടോ? വെറുതെ അല്ല ബാലേന്ദ്രനും ഭാര്യയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയത്. ഗർഭിണിയാകും. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ഒന്നുകിൽ അലസും, അല്ലെങ്കിൽ പ്രസവിക്കുന്നത് ഒരു ചാവിള്ള. മച്ചയാണ് കൂടുതൽ ചിന്തിക്കേണ്ടിയില്ലായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. പരിഹാരം ഗുണം ചെയ്യും. കാണുന്നത് പ്രധാനമായും സർപ്പന് മാരണവും സർപ്പവൃക്ഷനാശവും സർപ്പരക്ഷോപാതകത്വവും ഭൂമി ഖനനവും സർപ്പഹിംസയുമാണ്. പരിഹാരമുണ്ട്. പ്രധാനമായും നാഗപൂജ തന്നെയാണ്. പരിഹാരക്രിയകൾക്ക് അമാന്തം വേണ്ട. അമാന്തിക്കും തോറും ദോഷം കൂടുകയല്ലാതെ ഒഴിഞ്ഞു പോവുകയില്ല. ദേവു എത്ര നിർബന്ധിച്ചിട്ടും ജോത്സൻ പറഞ്ഞ പരിഹാരക്രിയകൾക്കൊക്കെ ഞാൻ എതിരായിരുന്നു. എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ട് തന്നെ. ആ, ഇത് എത്ര നേരമായിട്ട് തുടങ്ങിയതാ ദേവു? ലോകത്താരും ചെടികൾ നട്ട് വളർത്താത്ത പോലെ. എല്ലാരും പോലെ അല്ലല്ലോ ഞാൻ. എനിക്ക് ഈ ചെടികളൊക്കെ ജീവന. എന്ന് വെച്ച് 24 മണിക്കൂർ ഇതിന്റെ മൂട്ടിൽ തന്നെ കഴിയണോ? ആ, വേണം. ആർക്കും അതിലൊരു നഷ്ടമില്ലല്ലോ. ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ കാര്യമല്ലല്ലോ. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്തു പരിധി? കുഞ്ഞുങ്ങളില്ലാത്ത എനിക്കും വേണമല്ലോ ഓമനിക്കാനും പരിചരിക്കാനും ലാളിക്കാനും ഇട്ടൊക്കെ ചിലത്. താൻ വിഷമിക്കണ്ടോ. ദേ നോക്ക്, ഈ മുറ്റം നിറയെ ഓടിക്കളിച്ച് നടക്കാൻ നമുക്കുണ്ടാവും കുഞ്ഞുങ്ങൾ. ബാലേട്ട, ദൈവം ഈ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ബാലേട്ട മറ്റൊരു വിവാഹം കഴിക്കണം. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. സത്യമായിട്ട് എനിക്ക് ജീവിതം അടുത്തു. ബാലേട്ട മറ്റൊരു വിവാഹം കഴിക്കണം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
താൻ വെറുതെ അതും ചിന്തിക്കാതെ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ ദേവുവിനെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ചതിക്കില്ലെന്ന്. താൻ എൻ്റെ മുത്തല്ലടോ. ഇതെന്താ സിനിമ ഷൂട്ടിംഗ് വല്ലതാണോ? പബ്ലിക്കായിട്ട് ലവ് സീനൊക്കെ? അതേ, ഡയറക്ടർ കട്ട് പറയാതെ നായിക ഫ്രെയിമിന് പുറത്തു പോകരുത്. താൻ എന്താടോ ഡോക്ടറെ സ്ഥലകാലബോധം ഇല്ലാതെ കയറി വന്ന ഒരുമാതിരി. അപ്പൊ കുറ്റം എനിക്കായോ? സ്ഥലകാലബോധം ഇല്ലാത്തത് തനിക്കല്ലേ? കാണരുത്, കേൾക്കരുത്, പറയരുത് എന്നാണ് പ്രമാണം. ഞാനൊന്നും കണ്ടൂല്ല, ഞാനൊന്നും കേട്ടൂല്ല, ഞാനിത് ആരോടും പറയാനും പോണില്ല. ഹലോ, ഇനിയെങ്കിലും ഈ ചമ്മലൊക്കെ കളഞ്ഞ് പാവം ഡോക്ടർ ബദറിന് ഒരു ഗ്ലാസ് ചായ തരൂ സഹോദരി. കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ ഓരോ ദിവസവും ദേവുവിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ദേവു വീണ്ടും ഗർഭിണിയായി. 3 ചാപിള്ളയ്ക്ക് ജന്മം നൽകിയ ദേവുവിന് ഈ പ്രസവം പേടിയായിരുന്നു. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് ഡോക്ടർ പ്രമോദ് വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ അവളെ ഞാൻ അഡ്മിറ്റ് ചെയ്തു. ദേവു, പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. പ്രമോദ് എന്തായി? എടോ, പ്രസവിക്കുന്ന ദേവുവാണ്. അതിന് താനിങ്ങനെ അപ്സെറ്റ് ആയാലോ? എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ, താൻ സമാധാനിട്ടിരുന്നേ. ഇതെന്താ പോലീസൊക്കെ ആയിട്ട്? ജയിലിൽ നിന്നുള്ള പ്രസവ കേസാ. മുരുക്കുമ്പുഴ ലോഡ്ജിൽ വെച്ച് കോൺട്രാക്ടർ ശിവരാമനെ കൊന്ന കേസിലെ പ്രതിയില്ലേ, അവരാ. ആ, പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നല്ലോ. ആ സ്ത്രീയെ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുക. എല്ലാ കാര്യത്തിനും പ്രമോദ് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹവുമായി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ കാത്തു നിന്നു. ബാലേന്ദ്ര, പ്രമോദേ, ഞാൻ എന്നാലാവും ഇതൊന്നും നോക്കി. ബട്ട് വേണ്ട, എന്നോടൊന്നും പറയണ്ട. ബാലേട്ട, ദൈവം ഈ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ബാലേട്ട മറ്റൊരു വിവാഹം കഴിക്കണം. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും, സത്യം ചെയ്യും, സത്യം ചെയ്യും. ഞാൻ എൻ്റെ ദേവുവിനോട് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും ദൈവമേ? ബാലേന്ദ്ര, ഇനി നമുക്ക് ആദ്യം വേണ്ടത് ദേവുവിന്റെ ജീവനാ. അതിനുവേണ്ടി ഒരു ഓപ്പറേഷൻ വേണ്ടി വരും.
ഇനി ഒരിക്കലും ദേവ് ഗർഭം ധരിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ആരോഗ്യത്തിന് തന്നെ പ്രശ്നം വരും. അതുകൊണ്ട് ചെറിയൊരു ഓപ്പറേഷൻ. പ്രമോദേ, എൻ്റെ ദേവുവിനൊന്നും സംഭവിക്കരുത്. അതിന് എന്തു വേണമെങ്കിലും ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ചില പേപ്പറുകൾ സൈൻ ചെയ്യാനുണ്ട്. ബോധം തെളിയുമ്പോൾ എൻ്റെ ദേവുവിനോട് ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് ഓർത്ത് വിഷമിച്ച് നിൽക്കുമ്പോൾ ദൈവം എൻ്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു വന്നു. എന്തിനാ കരയുന്നത്? പൊന്നുപോലൊരു മോളയല്ലേ ദൈവം പാർവതിക്ക് തന്നത്. അത് തന്നെയാ സാറേ എനിക്ക് വിഷമം. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ പോകുന്നത് വീട്ടിലേക്കല്ല, ജയിലിലേക്ക്, ആ അഴുക്ക് ചാലിലേക്ക്. എന്റെ പെൺകുഞ്ഞിനെയും കൊണ്ട് പോണമല്ലോ എന്നോർത്തപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന്. ഞാൻ എൻ്റെ ദേവുവിനോട് എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും ദൈവമേ? വിഷമിക്കാതെ, എന്തിനും ഒരു പരിഹാരം ഉണ്ടാവും. പാർവതിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഈ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു കയ്യിലേൽപ്പിച്ചിട്ട് മനസമാധാനത്തോടെ പാർവതിക്ക് ജയിലിൽ പോകാം. അതിനുവേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ആരുടെ കയ്യിൽ? മറ്റാരുടെയും കയ്യിലല്ല, എന്റെ കയ്യിൽ തന്നെയാണെന്ന് കരുതിക്കോളൂ. എന്റെ ഫ്രണ്ട് അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചിട്ട് വർഷങ്ങളായി. വിധി ഇന്നും അവനോട് ക്രൂരമായി തന്നെ പ്രതികരിച്ചു. പാർവതി ഒന്ന് മനസ്സ് വെച്ചാൽ എന്റെ സുഹൃത്തിനോട് ചെയ്യുന്ന പുണ്യമായിരിക്കും. ബാലേന്ദ്രന്റെ ഭാര്യയുടെ മാനസിക നില തിരിച്ചു കിട്ടുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലാക്കാം. ഇതിനിടയിൽ ബാലേന്ദ്രൻ വിചാരിച്ച പാർവതി കേസിൽ നിന്ന് ഇളവ് ചെയ്യാനും സാധിച്ചെന്ന് വരും. കാലാവധി കഴിഞ്ഞു വരുമ്പോൾ കുഞ്ഞിനവർ തിരികെ നൽകുകയും ചെയ്യും. എല്ലാ അർത്ഥത്തിലും ഈ ഒരു കൈമാറ്റം നിങ്ങൾക്ക് രണ്ടാൾക്കും ഗുണം ചെയ്യുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇതൊന്നും ഞാൻ ബാലേന്ദ്രനോട് സംസാരിച്ചിട്ടില്ല. പാർവതിക്ക് സമ്മതമാണെങ്കിൽ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വേണ്ട, എന്തൊക്കെയായാലും ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞിനെ വേണ്ട ഡോക്ടർ, വേണ്ട. ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പാർവതി സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഡോക്ടർ, ഡോക്ടർ, ഇതിലെനിക്ക് അധികം ഒന്നും ആലോചിക്കാനില്ല. ആ നശിച്ച ലോകത്ത് ഇവൾ വളരുന്നതിനേക്കാൾ നല്ലത് സാറിനെ പോലെ ഒരാളുടെ വീട്ടിൽ തന്നെ. പക്ഷേ ഒരപേക്ഷയുണ്ട്. മാസത്തിൽ ഒരിക്കലെങ്കിലും എന്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്നെ കാണിക്കണം. അതിലെന്താത്ര സംശയം? അക്കാര്യത്തിലൊന്നും പാർവതി വിഷമിക്കേണ്ട. ഇതൊരു ഡോക്ടറുടെ വാക്കായി കരുതണ്ട, ഒരു കൂടപ്പറമ്പിന്റെ വാക്കായി കണ്ടാൽ മതി. പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇതൊക്കെ ശരിയാവൂ? ശരിയാവും, ഒക്കെ ശരിയാവും. ഒരു വഴി അടഞ്ഞപ്പോ ദൈവം കാണിച്ചെന്നതാ ഈ വഴി. ആലോചിക്കാൻ സമയമില്ല. ദേവുവിന് ബോധം വീഴുന്നതിന് മുമ്പ് പേപ്പേഴ്സൊക്കെ ശരിയാക്കണം. പാർവതി പ്രസവിച്ചത് ചാപിള്ളയാണെന്ന് രേഖയുണ്ടാക്കണം.
അങ്ങനെ ദേവ് പ്രസവിച്ച കുഞ്ഞ് പാർവതി പ്രസവിച്ചതായും പാർവതി പ്രസവിച്ച കുഞ്ഞ് ദേവ് പ്രസവിച്ചതുമായും മാറി. ആശുപത്രി രേഖകളിൽ പോലും വേണ്ട മാറ്റങ്ങൾ ഡോക്ടർ പ്രമോദ് ചെയ്തു. വാസ്തവത്തിൽ ലീഗലി ഞാൻ പ്രൊട്ടക്റ്റഡാണ്, ബട്ട് മെൻ്റലി ഞാൻ പ്രൊട്ടക്റ്റഡ് അല്ല. സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ച് ഞാൻ ആ സ്ത്രീയോട് പെരുമാറി. തനിക്കൊരു കുഞ്ഞിനെ ലഭിച്ച ദേവുവിൻ്റെ സന്തോഷത്തിന് മുന്നിൽ ഞാൻ സ്വാർത്ഥനായി. പാർവതിക്ക് കൊടുത്ത വാക്കുകളൊന്നും ഞാൻ പാലിച്ചില്ല. മാളുവിനെ സ്വന്തം മകളെപ്പോലെ വളർത്തിയെങ്കിലും അവളുടെ പെറ്റമ്മയുടെ നോവ് ഞാൻ അറിയണമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, മനഃപൂർവ്വം. അതിന് ദൈവം തന്ന ശിക്ഷയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ബാലേന്ദ്ര, ഒരു നിമിഷം തന്നെ ഞാനും തെറ്റിദ്ധരിച്ചു. പക്വതയില്ലാത്തൊരുവൻ്റെ വിവരക്കേടായിട്ട് താൻ അതിനെ കാണണം. ഇനിയിപ്പോൾ എല്ലാവരിലും ആ തെറ്റിദ്ധാരണ മാറ്റണം. അതുകൊണ്ട് എല്ലാ സത്യങ്ങളും ദേവുവിനോട് പറയണം. എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ പറയണം, പറഞ്ഞേ പറ്റൂ. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് ഇതാ എത്തിയെന്ന് പറഞ്ഞു പോയതല്ലേ, പിന്നെന്താ ലേറ്റായേ? ആ അല്പം ലേറ്റായി പോയി. പ്രത്യേകിച്ച് വല്ല കാര്യം ഉണ്ടായോ? ആ ഇല്ലാതില്ല. ദാ കുടിക്ക്. ദേവു, ഞാനവരെ കണ്ടിരുന്നു. ആരെ? പാർവതിയെ. എല്ലാം ദേവുവിനോട് തുറന്നു പറയണം. ഇറക്കിവിട്ടവൻ എന്തിനു വന്നു എന്നായിരിക്കും. പോകാൻ തന്നെയാണ് വന്നത്. എന്നെ നീ ഇറക്കിവിട്ടതിൽ എനിക്ക് പരിഭവമില്ല. വിധി തീരുമാനിച്ച കേസിൽ ഇനി വാദിച്ചിട്ട് പ്രയോജനമില്ല എന്ന് പറയാം. പക്ഷെ ഇപ്പോ എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. കേട്ടേ പറ്റൂ. എന്നിട്ട് നീ കൽപ്പിക്കുന്ന ഏത് തീർപ്പും ഞാൻ അനുസരിക്കാം. വേണ്ട, ബാക്കി പറയണ്ട. ബാലേട്ട, എല്ലാം ഞാൻ അറിഞ്ഞു. ഓർക്കാനാവാത്ത തെറ്റ ബാലേട്ടനോട് ഞാൻ ചെയ്ത. എന്റെ സുഖത്തിന് വേണ്ടി, എന്റെ സന്തോഷത്തിന് വേണ്ടി ബാലേട്ടൻ ചെയ്തൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇത്രയൊക്കെ സഹിച്ചിട്ടും ഒരു വാക്ക് പറയായിരുന്നില്ല എന്നോട്. ഒരു വാക്ക്. നീ എന്നെ മനസ്സിലാക്കിയത് എനിക്കത് മതി. അത് മതി. ആരാ? ഞാൻ ദേവു, അഡ്വക്കേറ്റ് ബാലേന്ദ്രന്റെ വൈഫാ. ബാലേന്ദ്ര സാർ വന്നില്ലേ? ഇല്ല, അസുഖമൊക്കെ. വന്നത് ഒന്ന് കാണണമെന്ന് തോന്നി. കാണണമെന്ന് തോന്നിയതിന് നന്ദി. എന്നാൽ എനിക്ക് കാണേണ്ടത് നിങ്ങളെ ആയിരുന്നില്ല. അറിയാം, എല്ലാം അറിഞ്ഞതിന് ശേഷം തന്നെയാ ഞാൻ വന്നത്.
നേരത്തെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്റെ മകളെ സ്വന്തം മകളെ പോലെ വളർത്തിയ നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. മനസ്സുകൊണ്ട് എൻ്റെ മകളെ വിട്ടുതരാൻ, അല്ല നിങ്ങളുടെ മകളെ വിട്ടുതരാൻ എനിക്കെന്നല്ല എന്നെ പോലുള്ള ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരു പെറ്റമ്മയുടെ വേദന ഇത്രയും കാലം വളർത്തിയ ഒരു പോറ്റമ്മയുടെ നഷ്ടത്തെക്കാളേറെ ഉണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ വിഷമം അതൊന്നുമല്ല. ഞാനല്ല അവളുടെ അമ്മയെന്നറിഞ്ഞ ചിലപ്പോ അവൾ നിങ്ങളുടെ ഭർത്താവ് എന്റെ മാതൃത്വത്തിന് വില പറഞ്ഞ ആ ദിവസം എല്ലാം അവസാനിപ്പിച്ചാൽ എന്തെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴും എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാമെന്നുള്ള പ്രതീക്ഷ ബാക്കി നിന്നു. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ അവൾക്ക് അമ്മയുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ മകളെ ഒന്ന് കാണിക്കണം. ഇതൊരു അവകാശമായി കണക്കാക്കണ്ട, അപേക്ഷയായി മാത്രം കരുതിയ മതി. ഭിക്ഷയാചിച്ച് കൈനീട്ടി വന്നവളാ ഞാൻ. പക്ഷെ പരസ്പരം സ്നേഹം കൊടുത്തും അനുഭവിച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോ പിരിയേണ്ടി വരുന്നതിൽ പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഞാൻ മോളെ കൊണ്ടുവരാം. ആരെതിർത്താലും ഞാൻ അവളെ കൊണ്ടുവരും. ഇത് പോറ്റമ്മയുടെ അവകാശമാണ്. എന്നാ ഒരു കാര്യം എനിക്ക് ഉറപ്പില്ല. പാർവതി ഒരു കൊലാളിയായിരുന്നു എന്നറിയുമ്പോ ഒരു പക്ഷേ നിങ്ങളെ അമ്മയെ സ്വീകരിക്കാൻ അവൾ തയ്യാറായില്ലെങ്കിൽ വേണ്ട, ബാക്കി പറയണ്ട. അത് കേൾക്കാൻ എനിക്ക് ശക്തിയില്ല. മകളെ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, ഈ നല്ല മനസ്സിന് നന്ദി, നന്ദി. പാർവതി ഒരു കൊലയാളിയായിരുന്നു എന്നറിയുമ്പോ ഒരു പക്ഷേ നിങ്ങളെ അമ്മയെ സ്വീകരിക്കാൻ അവൾ തയ്യാറായില്ലെങ്കിൽ തിരിച്ചേൽപ്പിക്കണം ബാലേട്ട, തിരിച്ചേൽപ്പിക്കണം. ഒരു പെറ്റമ്മയുടെ വേദന ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയുന്നല്ല. മാത്രല്ല ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോ എന്റെ അമ്മ എന്നെ നിന്ന് മനഃപൂർവ്വം അകറ്റിയൊന്നും ആള് ചോദിച്ചാൽ അന്ന് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. അതിനു മുമ്പ് അവളോടെല്ലാം തുറന്നു പറയണം. എനിക്ക് കഴിയില്ല ദേവു, കഴിയില്ല. ദേവു പറയുന്നത് ശരി. അതിനുള്ള അവസര നിങ്ങളുടെ മുന്നിലുള്ളത്. എല്ലാം തുടങ്ങി വെച്ചത് ഡോക്ടറാണ്. ഇനിയിപ്പോൾ അവസാനിപ്പിക്കുന്നതും താൻ തന്നെയായിരിക്കണം. എല്ലാം മാളുവിനോട് താൻ തന്നെ പറയണം. തനിക്ക് അതിന് കഴിയൂ.
അങ്കിൾ എന്നോടൊന്നും പറയണ്ട. ഞാനല്ല കുട്ടി. അത് ഞാനല്ല. അല്ല, ഞാനല്ല. പപ്പ, എനിക്ക് നീ അങ്ങനെ വിളിക്കാമോന്ന് അറിയില്ല. എന്താ മോളേത്? നീ ഞങ്ങൾക്ക് മോളല്ലാണ്ടാവോ? കരയില്ലേ മോളെ. ജന്മം നൽകിയോണ്ട് മാത്രം ഒരാൾ അച്ഛനാവില്ല. നിന്റെ അമ്മയിൽ നിന്നും നിന്നെ ദത്തെടുത്ത നിമിഷം മുതൽ ഒരു മകളോട് അച്ഛനും അമ്മയും ചെയ്യേണ്ട എല്ലാ കടമകളും ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പപ്പ, എനിക്ക് എന്റെ അമ്മ ഒന്ന് കാണണം. മോൾക്ക് മോളുടെ അമ്മയെ കാണാം. ഞങ്ങൾ കൊണ്ടുപോവാം. പക്ഷേ പപ്പയ്ക്ക് മോളൊരു വാക്ക് തരണം. മോളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല. നീ ഞങ്ങളെ തള്ളി പറയരുത്. നോ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. ഇന്നലെ രാത്രി ആരൊക്കെയായിരുന്നു ഡ്യൂട്ടി? മേരി സിസ്റ്ററും സഹദേവനുമായിരുന്നു ഈ ഫ്ലോറിലെ ഡ്യൂട്ടി. നിങ്ങളൊക്കെ എന്തിനാണോ വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ ഒരു പേഷ്യന്റ് എന്തിനും സംഭവിച്ചാ ഉത്തരം പറയേണ്ടത് ഞാനാ. ഉത്തരവാദിത്തമില്ലാത്ത ഒരാളെ എനിക്ക് ഇവിടെ ആവശ്യമില്ല. മനസ്സിലായോ? വാ മോളെ. താൻ തന്നെ മോളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ചെല്ലു മോളെ. ബാലേന്ദ്ര, അത് പിന്നെ എന്താ? ചെറിയൊരു പ്രശ്നമുണ്ട്. താനൊന്ന് വന്നേ. താൻ കാര്യം പറ. അത് ഷീസ് മിസ്സിംഗ്. വാട്ട്? യെസ്. ഞാൻ രാവിലെ വന്നപ്പോഴാ വിവരം അറിയുന്നത്. അന്വേഷിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ദൂരെ എങ്ങും പോവാൻ ചാൻസ് ഇല്ല. ഇന്നലെ രാത്രി 10:30 വരെ റൂമിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് കാണാതായത്. കള്ളോ? നിങ്ങൾ പറയുന്നൊക്കെ കള്ളോ? എന്നെ പറ്റിക്കാന് ഞാനിത് വിശ്വസിക്കില്ല. അങ്കിൾ, എനിക്ക് എന്റെ അമ്മയെ കാണണം. മോളെ വേണ്ട, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. എല്ലാരും കൂടെ ചേർന്ന് എന്റെ അമ്മ പറഞ്ഞു വിട്ടതാ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ, ഒന്ന് എന്റെ അമ്മയെ കാണിച്ചു തരുമോ? എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണണം. മോളെ, മോളെ സമാധാനിക്കേ. മോളുടെ അമ്മയെ നമുക്ക് കണ്ടുപിടിക്കാം. ഡോക്ടർ സാർ, എന്താ കണ്ടോ?
ഇതെപ്പോഴാ സംഭവിച്ചത്? ശിക്ഷ കഴിഞ്ഞ് വന്നിട്ട് കുറേ നാൾ ആശുപത്രിയിലായിരുന്നു. രാവിലെ വാതിൽ തുറന്ന് കിടക്കുന്ന കണ്ടിട്ടാ ഞാൻ വന്ന് നോക്കിയത്. അപ്പോഴാ തൂങ്ങിക്കുന്നത് കണ്ടത്. അതെ. വാ മോളെ. ആ കുട്ടിയെ മുഖമൊന്ന് കാണിക്കൂ. എനിക്ക് കാണണ്ട. പപ്പ, മുഖനെ കാണിക്കല്ലേ പപ്പ. എനിക്ക് കാണണ്ട അമ്മ. അമ്മ എനിക്ക് കാണണ്ട അമ്മ. എനിക്ക് കാണണ്ട അമ്മ. എന്നെ കാണിക്കല്ലേ അമ്മ. ഒരു വിളിപ്പാ